ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വിളവെടുപ്പ് ഉണ്ടാക്കാം, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം, പലതും ഉണ്ടാക്കാം. അതുപോലെ ചാർജ്ഡ് ആയിരിക്കുന്ന സങ്കല്പധാരേനെ പോസിറ്റിവിറ്റിയുടെ ബണ്ട് കെട്ടിക്കൊണ്ട്, പോസിറ്റിവിറ്റിയുടെ അണ കെട്ടിക്കൊണ്ട് അതിനെ തരംതിരിച്ചു വിടാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ലൈഫിന് ഒരു ഗാർഡനാക്കി മാറ്റാൻ, ലൈഫിന് വേണ്ട പ്രകാശവും ചൂടും കൊടുക്കാൻ വേണ്ട ഇലക്ട്രിസിറ്റി ആക്കാൻ എന്തിനും സാധിക്കുന്ന ഒന്നാണ് നമ്മുടെ ഇമോഷൻസ്. പക്ഷേ അതിനെ എങ്ങനെയാണ് തിരിച്ചുവിടേണ്ടത്, എവിടേക്കാണ് തിരിച്ചുവിടേണ്ടത്, എന്താണ് നമ്മൾ അതിനെ അണക്കെട്ടാനുള്ളതായിരിക്കുന്ന വിദ്യ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഈ ഒരു ദിവസങ്ങളിലെ ട്രെയിനിങ്ങിൽ ഈ ഒരു കാര്യമാണ് മെയിനായിട്ട് നമ്മൾ വിചാരിക്കുന്നത്. ഒരു കാര്യം നിർബന്ധമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് ദേഷ്യത്തെ ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ശാന്തി വേണം, അറ്റാച്ച്മെൻ്റ് ഇല്ലാതാക്കാൻ സ്നേഹം വേണം, ലോഭം ഇല്ലാണ്ടാക്കാൻ ആനന്ദം വേണം, അഹങ്കാരം ഇല്ലാതാക്കാൻ ജ്ഞാനം വേണം, കാമത്തിൻ്റെ അഥവാ നമ്മുടെ ദേഹബോധത്തിൻ്റെ അതിയായിരിക്കുന്നതായിരിക്കുന്ന മനുഷ്യന്മാരുടെ ദേഹത്തോടുള്ള ആകർഷണത്തെ ഇല്ലാതാക്കാൻ ഒറ്റ വഴിയുള്ളൂ, പ്യൂരിറ്റി അഥവാ പവിത്രത. അതുകൊണ്ട് ഈ ഗുണങ്ങൾ കൊണ്ട് നമ്മുടെ ഇമോഷണൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ ലൈഫിലുണ്ടാകുന്ന ഏതൊരു സിറ്റുവേഷനും പോസിറ്റീവ്ലി റിയാക്ഷൻ ആക്കാൻ